ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അതായത് നമ്മുടെ ട്രെയിൻ ജിംബ് ഹംസഫറാണ്. അതായത് ഗാന്ധിധാമിൽ നിന്ന് തിരുനെൽവേലി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ സ്റ്റോപ്പ് വളരെ കുറവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 3 days ആണ്. അപ്പോൾ ട്രെയിൻ ഇതേ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താറായിട്ടോ, 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. ഇതിൽ കാറ്ററിങ് അതുപോലെ പാൻട്രി കാറൊക്കെ ഉണ്ടെന്നാണ്. നമുക്ക് ഫുഡ് എന്തായാലും ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്, കാരണം ട്രെയിനിൽ നിന്ന് കഴിക്കുന്ന പരിപാടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ എൻ്റെ B6 ആണ് ഗൈസ്. നമുക്ക് B6 നോക്കി എവിടെയാണെന്ന് ഗൈസ്. ഫൈനലി ഞാൻ ഗൈസ് B6 B9 കയറി. ഞാൻ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റ് എനിക്ക് സൈഡ് ലോർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ B6 നോക്കി, B9 നോക്കിയപ്പോൾ എനിക്ക് സൈഡ് ലോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ നൈസായിട്ട് പോകുമായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എടുത്തപ്പോൾ മുതൽ തന്നെ ട്രെയിൻ നല്ല സ്പീഡായിരുന്നു. സ്പീഡെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഷൊർണൂരാണ്. അതായത് അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പം അത്രയും സ്പീഡിൽ തന്നെ പോകും. നമുക്ക് നോക്കാം ഷൊർണൂർ എത്ര മണിയാകുമ്പോൾ എത്തുന്നു. അതിന് ഗൈസ് നമ്മളിത് കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞിട്ടോ നല്ല സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനകത്ത് വളരെ ആളുകൾ കുറവായിരുന്നു കേട്ടോ. അത് കണ്ടോ ഗൈസ്, എൻ്റെ അപ്പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ പോയി. അവർ ഷൊർണൂർ എത്താറാകുമ്പോഴേക്കും അവർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഗൈസ് നമ്മൾ ഷൊർണൂർ എത്താറായിട്ടുണ്ട്. കറക്റ്റ് 1:15 ട്രെയിൻ എടുത്ത് 2:20 2:15 ആകുമ്പോഴേക്കും നമ്മളിതേ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. കാരണം 1 മണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ ഷൊർണൂർ എത്തിയെന്ന് പറയുന്നത്, അതായത് പകുതി ദൂരം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. കാരണം അത്രയും സ്പീഡിലാണ് ഈ ട്രെയിൻ. കാരണം എവിടെ സ്റ്റോപ്പില്ല, അത് എവിടെ സിഗ്നലും നിർത്തിയിട്ടില്ല. അത്രയും സ്പീഡിലായി ട്രെയിൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ട്രെയിന് 3 മണിക്കാണ് ഷൊർണൂരിൽ നിന്ന് എടുക്കേണ്ടത്. പക്ഷേ ഗൈസ് ഇത് ശരിക്കും ഡിലേ ആയി. ഇപ്പോഴാണ് നമുക്ക് പണി കിട്ടിയെന്ന് മനസ്സിലാവുന്നത്. കാരണം ഈ ട്രെയിന് 3:30, അതായത് കറക്റ്റ് 3:45 ഈ ട്രെയിന് ഷൊർണൂരിൽ നിന്ന് എടുത്തത്. നമ്മൾ 2:15 ഈ ട്രെയിന് നമ്മുടെ ഷൊർണൂർ റെയിൽവേയിൽ എത്തിയിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്. ജനശതാബ്ദി എക്സ്പ്രസ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിവിടെ കുറച്ച് നേരം സിഗ്നൽ പിടിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ടാട്ടോ ലേറ്റ് ആയത് ഗൈസ്. ഇത് ഭാരതപ്പുഴ കേട്ടോ. ഞാൻ ഭാരതപ്പുഴയിൽ നമ്മുടെ 15 Pro Max വെച്ച് സൂം ചെയ്ത് നോക്കിയതാണ്. ഇത് നോക്കിയ ഗൈസ്, അവർ 2 കുട്ടികൾ നടന്നു പോകുന്നതൊക്കെ അത്രയും വ്യൂ, അത്ര ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പാലത്തേക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. പാലത്തെ വണ്ടികളൊക്കെ പോകുന്നത് കണ്ടോ. എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള പാലമാണ് നമ്മൾ സൂം ചെയ്യുന്നത്. ഇത് 25x വരെ സൂം ചെയ്യാൻ പറ്റും. S24 Ultra പോലെ തന്നെ ഇതിൽ സൂമിങ് കപ്പാസിറ്റി ഉണ്ട് 15 Pro Maxൽ. അപ്പോൾ അതേ ഗൈസ്, നമുക്ക് നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. അപ്പുറത്ത് എവിടേക്കോ വണ്ടികൾ പോകുന്നത് നമുക്ക് എന്തായാലും ഗൈസ് ടെക്നോളജിയുടെ അപ്ഡേറ്റ് അല്ലേ. പിന്നെ ഗൈസ് ഇത് നമ്മൾ ട്രെയിനിൽ വളരെ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പുറത്ത് കുറച്ച് അങ്ങനെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്നല്ലാതെ കംപ്ലീറ്റ്ലി ഒരു 100% എക്യുപ്ഡ് ആയിരുന്നില്ല സീറ്റൊന്നും. ഒരു 60% വേക്കൻസി തന്നെ ആയിരുന്നു. അങ്ങനെ ഗൈസ് നമ്മളിതേ ആലുവ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.